ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസേഴ്സിലെ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഡയറിയുമായിട്ട് ബന്ധപ്പെടുത്തി ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ. നമ്മുടെ മിൽക്കിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി ത്രൂ ഔട്ട്, അതായത് എൻറ്റയർ ദ ഫ്ലോ ടിൽ ദ കൺസ്യൂമർ. അപ്പോൾ കൺസ്യൂമറിലേക്ക് വരെ നമ്മുടെ ഈ മിൽക്ക് എത്തിച്ചേരുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ ആ വാക്ക് തന്നെ ഉണ്ട്, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ. അതിന് മറ്റൊരു വാക്കിലും അറിയപ്പെടും, എന്താണ്, ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്നൊരു വാക്കിലും ഇത് അറിയപ്പെടും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. നമുക്കറിയാം മിൽക്ക് ഒരു പെരിഷബിൾ പ്രൊഡക്റ്റ് ആണ് അല്ലേ, വളരെ വേഗം നശിച്ചു പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ബാക്ടീരിയൽ ലോഡ് വളരെ കുറച്ച് നിർത്തുക, പ്രൊഡക്ഷൻ്റെ സമയത്ത് തന്നെ ബാക്ടീരിയൽ ലോഡ് കുറച്ച് നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ ആ സ്റ്റെപ്പിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോൺടാക്സ്റ്റിൽ നമ്മൾ ആദ്യം നോക്കുന്നത് മിൽക്ക് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന കോൺടാക്സ്റ്റ് ആണ്. അപ്പോൾ നോക്കാം, ഇറ്റ് ഇസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് മിൽക്ക് ക്യാൻ ബി എ പൊട്ടൻഷ്യൽ കാരിയർ ഓഫ് ഡിസീസ് പ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് അല്ലേ. ഡിസീസ് പ്രൊഡ്യൂസിങ് ഓർഗാനിസംസിനെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, ഡിസീസ് പ്രൊഡ്യൂസിങ് ഓർഗാനിസം നമ്മൾ എന്ത് വിളിച്ചു, പാത്തോജൻസ് എന്ന് വിളിച്ചു അല്ലേ. പാത്തോജൻസിനെ കാരിയർ ആകാൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു പൊട്ടൻഷ്യൽ ഏതിനുണ്ടാ, മിൽക്കിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അല്ലേ. കാരണം എന്ന് പറയുമ്പോൾ ഒത്തിരി കാരണങ്ങളുണ്ട്. അതിനകത്ത് സൂനോട്ടിക് ഡിസീസസ് വരാം, ഉദാഹരണത്തിന് ബ്രൂസല്ല പോലുള്ള സൂനോട്ടിക് ഡിസീസസ് വരാം, അതുപോലെ നമ്മുടെ ബൊവൈൻ ട്യൂബർക്ലോസ് പോലുള്ള സൂനോട്ടിക് ഡിസീസസ് വരാം. അപ്പോൾ അതുപോലുള്ള സൂനോട്ടിക് ഡിസീസും പലതരത്തിലുണ്ട്. ഈ പറഞ്ഞ രണ്ട് അസുഖവും ആന്ത്രപ്പോ സൂനോട്ടിക് ഡിസീസ് ആണ്. അതായത് പ്രൈമറിലി ഈ അസുഖങ്ങൾ എന്തിൻ്റെയാണ്, ആനിമൽസിന്റെ അസുഖമാണ്. അത് മനുഷ്യനെ ബാധിക്കുന്ന തരത്തിലുള്ള ഡിസീസിനാണ് നമ്മൾ ആന്ത്രപ്പോ സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള അങ്ങനെയുള്ള ഒത്തിരി അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു കാരിയർ ആയിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ കാര്യമാണ് അല്ലേ. നോക്കാം, മിൽക്ക് ബോൺ എപ്പിഡമിക്സ് ഹാവ് ഒക്കേർഡ് ഇൻ ദ പാസ്റ്റ് ത്രൂ ഔട്ട് ദ വേൾഡ്. ലോകത്തെമ്പാടും അല്ലേ മിൽക്ക് ബോൺ എപ്പിഡമിക്സ് സംഭവിച്ചിട്ടുണ്ട്, മിൽക്കിൽ നിന്നുണ്ടായിട്ടുള്ള പകർച്ചവ്യാധികൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, അൺലെസ് പ്രോപ്പർ പ്രിക്കോഷൻ ആർ ടേക്കൺ ഇഫ് റോ മിൽക്ക് ഈസ് കൺസ്യൂംഡ് ഇറ്റ് ക്യാൻ ഹാപ്പൻ എനിവെയർ അല്ലേ. നമ്മൾ കൃത്യമായ പ്രിക്കോഷൻസ് എടുക്കണം. അതുപോലെ റോ മിൽക്ക് കുടിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, പ്രിക്കോഷൻ എടുക്കാതിരിക്കുകയോ റോ മിൽക്ക് കൺസ്യൂം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എപ്പിഡമിക്സ്, മിൽക്ക് ബോൺ എപ്പിഡമിക്സ് ലോകത്തിൽ എവിടെയും ഇനിയും സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കാൻ, എല്ലാ കാര്യങ്ങളും നോക്കാം. അപ്പോൾ മിൽക്ക് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന ആസ്പെക്റ്റിൽ പ്രധാനമായിട്ടും നമുക്ക് 4 തരത്തിൽ നമുക്ക് നോക്കാനുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ, ഒന്ന്, അനിമലിൽ നിന്നും പ്രൈമറിലി അനിമലിന്റെ അസുഖങ്ങൾ നമ്മളിലേക്ക് മിൽക്ക് വഴി പകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈമറിലി മനുഷ്യന്റെ അസുഖമാണ്, അതായത് സൂ ആന്ത്രപ്പോണോസ് എന്ന ടൈപ്പിൽ കാറ്റഗറി വരുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. അങ്ങനെയുള്ള അസുഖങ്ങൾ മനുഷ്യരിൽ നിന്നും മൃഗത്തിലേക്ക് വരികയും അത് പിന്നെ നമുക്ക് മനുഷ്യരിലേക്ക് പകരുന്ന സാഹചര്യം ഉണ്ടാകാം. അതുപോലെ ഡയറക്റ്റ് കണ്ടാമിനേഷൻ, ഇൻഡയറക്റ്റ് കണ്ടാമിനേഷൻ, ഇങ്ങനെ മൊത്തം 4 ടൈപ്പിലാണ് നമ്മൾ പബ്ലിക് ഹെൽത്ത് ആസ്പെക്റ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ഇൻഫെക്ഷൻ ഓഫ് മിൽക്ക് ഡയറക്ട്ലി ഫ്രം കൗ അല്ലേ. നമുക്ക് ഇത്തരത്തിലുള്ള ഡിസീസസ് പ്രധാനമായിട്ടും പാത്തോജനിക് ഓർഗാനിസംസ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നോക്കാം, ദീസ് ഡിസീസ് ആർ എസെൻഷ്യലി ഓഫ് ബൊവൈൻ, അതായത് ബൊവൈൻ ഒറിജിൻ ആണ്, അത് ബൊവൈൻ്റെ അസുഖമാണ് എന്നുള്ള കാര്യം നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ഉദാഹരണം എന്താണ്, ബൊവൈൻ ട്യൂബർക്കുലോസിസ്, ആൻഡുലന്റ് ഫീവർ ഓർ മാൾട്ട ഫീവർ, ഇങ്ങനെയുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇതെന്താണ്, ഈ അസുഖങ്ങൾ പ്രധാനമായിട്ടും ബൊവൈൻ്റെ അസുഖങ്ങളാണ്, അതായത് ബൊവൈൻ ഒറിജിൻ ആയിട്ടുള്ള അസുഖങ്ങളാണ്. ഇത് മനുഷ്യരിലേക്ക് പകരാവുന്ന അസുഖങ്ങളാണ്. നോക്കുക, ദ കാഷ്വേറ്റി ഓർഗാനിസം എൻറ്റേഴ്സ് ദ മിൽക്ക് ത്രൂ ദ മാമറി ഗ്ലാൻഡ്സ് ഓർ ത്രൂ ഫീക്കൽ കണ്ടാമിനേഷൻ ആൻഡ് മേ കോസ് ഡിസീസ് കണ്ടീഷൻസ് ഇൻ പേഴ്സൺസ് ഹു കൺസ്യൂംസ് ദ മിൽക്ക് അല്ലേ. ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ 2 തരത്തിൽ, ഒന്നുകിൽ എന്താണ് ഡയറക്ട്ലി ത്രൂ മാമറി ഗ്ലാൻഡ്സ്, അല്ലെങ്കിൽ ഫീക്കൽ കണ്ടാമിനേഷൻ വഴി അല്ലേ. ഫീക്കൽ മാറ്ററിൽ ഇതിനകത്തുള്ള എക്സ്ക്രീറ്റയിൽ ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ വഴിയെല്ലാം എങ്ങനെ അത് മിൽക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിളാണ്. അതിൻ്റെ എക്സാമ്പിൾ മാത്രം മനസ്സിലാക്കി പോയാൽ മതി. എന്താണ്, ബൊവൈൻ ട്യൂബർക്ലോസിസ് അല്ലേ. ബൊവൈൻ ട്യൂബർക്ലോസിസ്, അതായത് നമുക്ക് ഹ്യൂമൻ ട്യൂബർക്ലോസിസ് ഉണ്ട്, ബൊവൈൻ ട്യൂബർക്ലോസിസ് ഉണ്ട്. ഹ്യൂമൻ ട്യൂബർക്ലോസിസ് എന്ത്, ബൊവൈനിന് പകരാവുന്നതാണ് കേട്ടോ. പക്ഷേ ബൊവൈൻ ട്യൂബർക്ലോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ബൊവൈനിൽ നിന്നും പ്രൈമറിലി അതെന്താണ്, ബൊവൈൻ്റെ അസുഖമാണ്, അത് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുണ്ട്. പിന്നെ ആൻഡുലന്റ് ഫീവർ അല്ലെങ്കിൽ മാൾട്ട ഫീവർ എന്ന് പറയുന്ന അസുഖം എന്ന് പറയുമ്പോൾ ബ്രൂസെല്ല അബോർട്ടസ് എന്ന് പറയുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. ഇത് നമ്മുടെ അനിമൽസിൽ ബ്രൂസെല്ലോസിസ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്, ബ്രൂസെല്ലോസിസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അത് മനുഷ്യരിലേക്ക് വരുമ്പോഴാണ് അതിന് ആൻഡുലന്റ് ഫീവർ അല്ലെങ്കിൽ മാൾട്ട ഫീവർ എന്നറിയപ്പെടുന്നത് കേട്ടോ. ബ്രൂസെല്ലോസിസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് അനിമൽസിൽ പ്രധാനമായിട്ടും അബോഷൻ സ്റ്റോം ആണ്. നമുക്കിതോടെ പഠിക്കാനില്ല. അബോഷൻ സ്റ്റോം അത് ഇഷ്ടം പോലെ, അതായത് 3rd ട്രൈമസ്റ്ററിൽ ഈ അനിമൽസിൽ നിരന്തരം അബോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അബോഷൻ വിത്ത് എലോങ് വിത്ത് എന്താണ്, പ്ലാസൻഡ റിട്ടേൺ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും സിംറ്റംസ് ആയിട്ട് കണ്ടുവരുന്നത്. അല്ലാതെയുള്ള ക്ലിനിക്കൽ സിംറ്റംസ് ഒന്നും കാണാൻ സാധ്യത വളരെ കുറവാണ്.
അപ്പോൾ പലതരത്തിൽ ഇത്തരത്തിൽ ബ്രൂസെല്ല ഉള്ള പശുവിൻ്റെ പാല് നമ്മൾ പാസ്ചറൈസ് ചെയ്യാതെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? ബ്രൂസെല്ലോസ് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മളിൽ എന്തായിട്ട് അനുഭവപ്പെടുന്നത്? അൻഡുലന്റ് ഫീവർ അല്ലെങ്കിൽ മാൾട്ട ഫീവർ എന്ന രീതിയിലാണ് നമുക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇത്? പ്രൈമറിലി എന്താണ് ഈ അസുഖങ്ങൾ? അനിമൽസിന്റെ അസുഖങ്ങളാണ്. അത് മനുഷ്യരിലേക്കും വരാൻ സാധ്യത ഉണ്ട്. ഇതിനെയാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പബ്ലിക് ഹെൽത്ത് കൺസേണുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഇൻഫെക്ഷൻ ഓഫ് മിൽക്ക് ഡയറക്ട്ലി ഫ്രം ദ കൗ. ഡയറക്ട്ലി അല്ലേ, മിൽക്ക് ഡയറക്ട്ലി കൗവിൽ നിന്നും നേരിട്ട് ഇൻഫെക്ഷൻ മിൽക്കിലേക്ക് എത്തുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആദ്യം പറയുന്നത്. 2, ഇൻഫെക്ഷൻ ഫ്രം മാൻ ടു കൗ ആൻഡ് ദെൻ ടു മിൽക്ക്. നോക്ക്, ഇവിടെ എന്താണ്? ദീസ് ഡിസീസസ് ആർ എസെൻഷ്യലി ഓഫ് ഹ്യൂമൻ ബട്ട് ക്യാൻ ബിക്കം എസ്റ്റാബ്ലിഷ് ഇൻ ദ കൗസ് അഡേഴ്സ് ആൾസോ. അല്ലേ, ഉദാഹരണം എന്താണ്? സെപ്റ്റിക് സോർ ത്രോട്ട്, സ്കാർലറ്റ് ഫീവർ, ഡിഫ്തീരിയ ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പൊ ഇതെന്താണ്? ഇത് പ്രൈമറിലി മനുഷ്യന്റെ അസുഖമാണ്. പക്ഷെ അത് എന്താണ്? അനിമലിലേക്ക് പകരാനും അതിനോടൊപ്പം നമുക്കെന്ത്? അതിന്റെ പാല് കുടിക്കുന്ന ആൾക്കാരിൽ ഈ അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഉദാഹരണം പഠിച്ചു വെച്ച മക്കൾ എന്തൊക്കെയാണ്? സെപ്റ്റിക് സോർ ത്രോട്ട്, സ്കാർലറ്റ് ഫീവർ, അതുപോലെ ഡിഫ്തീരിയ. അല്ലെ, ഡിഫ്തീരിയ തൊണ്ടമുള്ളെന്നൊക്കെ പറയുന്ന അസുഖമല്ലേ ഡിഫ്തീരിയ. DPT വാക്സിനേഷൻ മൂലം നമ്മളത് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്? അത് ഇറാഡിക്കേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഡിഫ്തീരിയയുടെ. ഓക്കെ, അപ്പോൾ 2 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഒന്നെന്താണ്? ഇൻഫെക്ഷൻ ഓഫ് മിൽക്ക് ഡയറക്ട്ലി ഫ്രം ദ കൗ. അതിനകത്ത് ഉദാഹരണം എന്തൊക്കെയാണ്? ബ്രൂസെല്ലയും അതുപോലെ എന്താണ്? ബൊവൈൻ ട്യൂബർക്ലോസിസും. അതുപോലെ ഇൻഫെക്ഷൻ ഫ്രം മാൻ ടു കൗ ആൻഡ് ദെൻ ടു മിൽക്ക്. ഇതിനകത്ത് വേറൊരു സംഗതിയും വരാം കേട്ടോ. അതായത് നമ്മുടെ ഹ്യൂമന്റെ ട്യൂബർക്ലോസിസ് അല്ലേ, നമ്മുടെ ട്യൂബർക്ലോസും ഇതിനകത്ത് വരാം കേട്ടോ. ട്യൂബർക്കിൾ ബാസിലസ് കാരണം ഉണ്ടാകുന്ന അസുഖം. ഓക്കെ, അപ്പോൾ അതും എന്തിൽ വരാം? ഇൻഫെക്ഷൻ ഫ്രം മാൻ ടു കൗ ആൻഡ് ദെൻ ടു മിൽക്ക് എന്ന ക്ലാസിഫിക്കേഷനിൽ വരാം കേട്ടോ. അതായത് ബേസിക്കലി ഇത് മനുഷ്യന്റെ അസുഖമാണ്. ഇത് പിന്നെ അനിമലിനെ ബാധിക്കുകയും അതിനോടൊപ്പം പിന്നെ ആ മിൽക്ക് കുടിക്കുക, കണ്ടാമിനേറ്റ് ആയിട്ട് മിൽക്ക് കുടിക്കുന്ന ആൾക്കാരെയും ബാധിക്കാനുള്ള സാധ്യതയാണ് ഈ 2ാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി നോക്കാം, ഡയറക്റ്റ് കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക് ബൈ ഹ്യൂമൻ ബീയിങ്സ്. ദീസ് ഡിസീസസ് മേ ബി ട്രാൻസ്മിറ്റഡ് ടു ദ മിൽക്ക് ബൈ ഡയറക്റ്റ് കണ്ടാമിനേഷൻ ത്രൂ ദ ഹ്യൂമൻ കോൺടാക്ട് ഐദർ ബൈ കാരിയേഴ്സ് ഓർ പേഷ്യൻസ്. അല്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് മിൽക്കറായിട്ട് വരുന്ന ആൾക്ക് സെപ്റ്റിക് സോർ ത്രോട്ടോ അല്ലെങ്കിൽ സ്കാർലറ്റ് ഫീവറോ അല്ലെങ്കിൽ ടൈഫോയിഡ് ഫീവറോ പാരാതൈറോയിഡ് ഫീവറോ ഡിസെൻട്രിയോ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസോ ഡിഫ്തീരിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഇയാൾ കൈ കഴുകാതെയൊക്കെ ഈ മിൽക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കണ്ടാമിനേഷൻ വഴി ഈ ബാക്ടീരിയ എന്തിലേക്ക് വരാം? മിൽക്കിലേക്ക് വരാം. അപ്പോൾ 2ാമത് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഇത് നമ്മൾ തിരിഞ്ഞു പോകരുത്. 2ാമത് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ പ്രൈമറിലി നമ്മുടെ അസുഖമാണ്, അത് പശുവിനെ അല്ലെങ്കിൽ അനിമലിനെ ബാധിക്കുകയും അതുവഴി അതിനുശേഷം എന്ത് മിൽക്കിലേക്ക് വരുന്നു. ഇത് അനിമലിനെ ബാധിക്കുന്നതിന് മുന്നേ ഡയറക്റ്റ്ലി എങ്ങനെ? കണ്ടാമിനേഷൻ വഴി, അണുബാധ വഴി എങ്ങനെ എന്തിലേക്ക് വരുന്നു? ഈ മിൽക്കിലേക്ക് വരുന്ന സാഹചര്യമാണ് 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. എന്താണ്? ഡയറക്റ്റ് കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക് ബൈ ഹ്യൂമൻ ബീയിങ്സ്. ഇനി 4ാമത്തത് ഇൻഡയറക്റ്റ് കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക് ബൈ ഹ്യൂമൻ ബീയിങ്സ്. ദീസ് ആർ ഹ്യൂമൻ ഡിസീസസ് ദ പാത്തോജനിക് ഓർഗാനിസംസ് ഓഫ് വിച്ച് enter the milk through contaminated bottles or other utensils, water supply, insects and dust. അല്ലേ, മറ്റെന്താണ്? ഡയറക്റ്റ് ടച്ച് ഉണ്ട്. ഇവിടെ എന്താ? ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലേ. ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ സംഭവിക്കുന്നത്? കണ്ടാമിനേറ്റ് ബോട്ടിൽസ് ഉണ്ടായിരിക്കാം. അതായത് നമ്മൾ പാക്കേജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ പാല് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ബോട്ടിലിൽ എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഡയറക്റ്റ് കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അത് സംഭവിക്കാം. അതുപോലെ വാട്ടർ സപ്ലൈയിൽ, നമ്മുടെ ഫാമിലേക്കുള്ള വാട്ടർ സപ്ലൈയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് കണ്ടാമിനേഷൻ സംഭവിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇൻഡയറക്റ്റ് കണ്ടാമിനേഷൻ സംഭവിക്കാം. അതുപോലെ ഇൻസെക്റ്റ് വഴി അല്ലേ, ഡസ്റ്റ് വഴി, പൊടി വഴിയെല്ലാം നടക്കുന്ന കണ്ടാമിനേഷൻ നമ്മൾ ഇൻഡയറക്റ്റ് കണ്ടാമിനേഷൻ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ടൈഫോയിഡ് അല്ലെങ്കിൽ പാരാ ടൈഫോയിഡ് ഫീവർ, ഡിസെൻട്രി ഓർ ഡയറിയ എക്സെട്ര. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ എടുത്ത് പഠിച്ചിരിക്കേണ്ടത് ഈ 2 കാര്യങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് എന്താ? ബൊവൈൻ ട്യൂബർക്ലോസിസ് അതുപോലെ ബ്രൂസെല്ലോസ് എന്തായിട്ട് നമുക്ക് അനുഭവപ്പെടും? അൻഡുലന്റ് ഫീവർ ആൻഡ് മാൾട്ട ഫീവർ. അതുപോലെ തിരിച്ചു വരുമ്പോൾ എന്താണ്? സെപ്റ്റിക് സോർ ത്രോട്ട്, സ്കാർലറ്റ് ഫീവർ, ഡിഫ്തീരിയ, ട്യൂബർക്ലോസ്. ബാക്കി 2 എക്സാമിനേഷൻ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇതെല്ലാം നമുക്ക് വെറും കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. 40 ചോദ്യം ഉണ്ട് കേട്ടോ. കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ അടുത്ത കോൺടാക്ട് വരുന്നത് സേഫ് ഗാർഡിങ് ദ മിൽക്ക് സപ്ലൈ. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്? ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എല്ലാം വരുന്നത് അല്ലേ. അപ്പോൾ സേഫ് ഗാർഡിങ് ദ മിൽക്ക് സപ്ലൈ, നമ്മൾ മിൽക്ക് സപ്ലൈയെ സേഫ് ഗാർഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ 2 ടേം നമ്മൾ നോക്കുന്നുണ്ട്, ക്ലീൻലിനെസ്സും സേഫ്റ്റിയും അല്ലേ. 2 ടേം നോക്കുന്നുണ്ട്. എന്താണ്? ക്ലീൻലിനെസ് ആൻഡ് സേഫ്റ്റി. ഇപ്പോൾ എന്താണ് ക്ലീൻലിനെസ് നോക്കാം. ക്ലീൻലിനെസ് ഇംപ്ലൈസ് ഫ്രീഡം ഫ്രം എക്സ്ട്രേനിയസ് മാറ്റർ അല്ലേ, പുറമേയുള്ള മാറ്റർ സച്ച് ആസ് മാനുവർ, ഡസ്റ്റ് എക്സെട്ര. ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മിൽക്ക് ഔട്ട് ചെയ്യുന്നു. മിൽക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കാം? ഓഫ് കോഴ്സ് നമ്മുടെ സ്ഥലത്ത് അത് യൂറിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. യൂറിൻ എന്ന് പറയുമ്പോൾ എന്തായാലും അതിനകത്ത് മൈക്രോ ഓർഗാനിസം ഒന്നും കാണത്തില്ല. അത് മിക്കവാറും സ്റ്റെറൈൽ ആയിരിക്കും. 99% സ്റ്റെറൈൽ ആയിരിക്കും കേട്ടോ. സ്റ്റെറൈൽ അല്ലെങ്കിൽ ആ അനിമലിന് അസുഖമുണ്ട്. അപ്പോൾ യൂറിൻ തറയിൽ വീഴുകയും അതിനോടൊപ്പം എന്ത് സംഭവിക്കാം? ഡങ് പാർട്ടിക്കിൾസ് അല്ലേ, ഈക്വളൈ പോലെയുള്ള ബാക്ടീരിയ
ഗ്യാസ് ഇറങ്ങുന്ന ഡങ് പാർട്ടിക്കിൾസ് എങ്ങനെ തെറിച്ച് നമ്മുടെ മിൽക്കിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എക്സ്ട്രേനിയസ് മാറ്റർ ആണ് അല്ലേ. ഇനി മാന്യൂർ, മറ്റുള്ള മാന്യൂർ അതിനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡസ്റ്റ്, പൊടിപടലം അല്ലേ, പൊടിപടലമുള്ള അന്തരീക്ഷം ഒരു കാരണവശാലും മിൽക്കിംഗ് ഏരിയ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മിൽക്കിന്റെ ക്ലീൻലിനെസ് നഷ്ടപ്പെടുത്തുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ക്ലീൻലിനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രീഡം ഫ്രം എക്സ്ട്രേനിയസ് മാറ്റർ, ഇത്തരത്തിലുള്ള എക്സ്ട്രേനിയസ് മാറ്ററിൽ നിന്നുള്ള ഫ്രീഡം ആണ് ക്ലീൻലിനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ സേഫ്റ്റി മീൻസ് ഫ്രീഡം ഫ്രം പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. എന്താണ്, നമുക്ക് കഴിക്കുമ്പോൾ അതുമൂലം പാത്തോജൻസ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നില്ല എന്ന് ഉറപ്പാക്കുക. അപ്പോൾ ഈ ക്ലീൻലിനെസ് ഇല്ലായ്മ കൊണ്ട് അതിനകത്ത് പാത്തോജൻസ് ഉണ്ടാവാൻ നിർബന്ധമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉദാഹരണം ഈ എക്സ്ട്രേനിയസ് മാറ്ററിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ബാക്ടീരിയയും പാത്തോജൻസ് ആണെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ രണ്ടും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ടേം ആണ് മനസ്സിലാക്കിയിരിക്കുക. ക്ലീൻലിനെസ്സും സേഫ്റ്റി അല്ലേ. സേഫ്റ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം പാത്തോജൻസ്. ക്ലീൻലിനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എക്സ്ട്രേനിയസ് മാറ്റർ അല്ലേ. നോക്കാം, ഫോർ ഹ്യൂമൻ കൺസംഷൻ മിൽക്ക് ദാറ്റ് ഈസ് ബോത്ത് ക്ലീൻ ആൻഡ് സേഫ് ഈസ് ഹൈലി ഡിസൈറബിൾ. നമുക്ക് എന്താണ്, ക്ലീൻ ആയിട്ടുള്ള മിൽക്കും കിട്ടണം, സേഫ് ആയിട്ടുള്ള മിൽക്കും നമുക്ക് കിട്ടണം. അതാണ് നമുക്ക് കഴിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. ഓക്കെ, നോക്കാം. ദ സാനിറ്റേഷൻ ഓഫ് ദ മിൽക്ക് സപ്ലൈ ക്യാൻ ബി സേഫ് ഗാർഡ് ഇൻ 2 ways. ഒന്ന് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, പ്രൊഡക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് റാ മിൽക്ക്. രണ്ടെന്ന് പറയുമ്പോൾ പാസ്ചറൈസേഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണ് കേട്ടോ. അപ്പോൾ എന്താ, ഒന്ന് നോക്കാം, സാനിറ്റേഷൻ അല്ലേ. ദ സാനിറ്റേഷൻ ഓഫ് ദ മിൽക്ക് സപ്ലൈ ക്യാൻ ബി സേഫ് ഗാർഡ് ഇൻ 2 ways. എന്തൊക്കെയാണ്, പ്രൊഡക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് റാ മിൽക്ക്, അതായത് റോ മിൽക്കിന്റെ കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ്, രണ്ട് പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷമുള്ള പ്രോസസ്സിങ് അല്ലേ, ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗിൽ എന്തൊക്കെ പ്രധാനമായിട്ടും നമുക്ക് നോക്കാം. അതായത് എന്തിന്, പാത്തോജൻസിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യണം, അതുപോലെ ഈ പറഞ്ഞ എക്സ്ട്രേനിയസ് മാറ്ററിന്റെ എൻട്രിയും പ്രിവെന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എൻഷുറിംഗ് ദ ഹെൽത്ത് ഓഫ് ഡയറി കാറ്റിൽ ബൈ വേരിയസ് കൺട്രോൾ മെഷേഴ്സ് അല്ലേ. അനിമലിന്റെ ഹെൽത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഇത് അൺഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ. അതായത് എന്താണ്, TB ഉള്ള അനിമലിന്റെ മിൽക്കാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ബ്രൂസെല്ല ഉള്ള അനിമലിന്റെ മിൽക്കാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇൻ കേസ് നമ്മൾ തിളപ്പിച്ച് കുടിക്കുകയാണെന്ന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാൽ കൂടിയും ആ അവസ്ഥ, ആ ഒരു സാഹചര്യം, അത് നമ്മളിലേക്ക് എത്താനുള്ള സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് റൊട്ടീൻ ചെക്കപ്പ്, റൊട്ടീനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ TB ടെസ്റ്റ് അല്ലേ, TBക്ക് ഉള്ള മാൻഡോക്സ് ടെസ്റ്റ് നമുക്ക് പലപ്പോഴും ഗവൺമെന്റ് ഫാമിലിയിൽ നടപ്പിലാക്കാറുണ്ട്. റൊട്ടീൻ അല്ല കേട്ടോ, നമുക്കിവിടെ റൊട്ടീൻ ഷെഡ്യൂളൊന്നും കേരളത്തിൽ ഇല്ല ഇപ്പോൾ. എന്നാൽ കൂടിയും ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഫാമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ മാൻഡോക്സ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായ, വേറെ നിവൃത്തിയൊന്നുമില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, അതിനെ എന്ത് ചെയ്യണം, അതിനെ യൂത്തനൈസ് ചെയ്യണം, അതിനെ ദയാവധത്തിന് വിധേയമാക്കണം. 2 അസുഖവും അതാണ് ഇപ്പോൾ നമ്മുടെ പ്രോട്ടോകോളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, എൻഷുറിംഗ് ദ ഹെൽത്ത് ഓഫ് ഡയറി കാറ്റിൽ ബൈ വേരിയസ് കൺട്രോൾ മെഷേഴ്സ്. രണ്ടാമത്തെ കൺട്രോൾ മെഷർ എന്തായിരിക്കും, വേറെ അടുത്ത കൺട്രോൾ മെഷർ എന്തായിരിക്കും, വാക്സിനേഷൻ അല്ലേ. എന്തായാലും TBക്കെതിരെയുള്ള വാക്സിനേഷൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നില്ല. പക്ഷേ അതേസമയം ബ്രൂസെല്ലയ്ക്കെതിരെയുള്ള ഫുഡ് വാക്സിനേഷൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. ബ്രൂസെല്ലയ്ക്കെതിരെ ഉപയോഗിക്കുന്നത് ലൈവ് വാക്സിനാണ് കേട്ടോ, ലൈവ് അറ്റ്നേറ്റഡ് വാക്സിനാണ് ബ്രൂസെല്ല അബോർട്ടസിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ. ഇപ്പോൾ അതിൻ്റെ ഫുഡ് വാക്സിനേഷൻ പ്രാക്ടീസ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ഏകദേശം തോന്നുന്നു ഒരു 5 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ബ്രൂസെല്ലയുടെ വാക്സിനേഷൻ പ്രോഗ്രാം തുടങ്ങിയിട്ട് കേട്ടോ. നമ്മുടെ NADCP പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്, NADCP നാഷണൽ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയും, NADCP പ്രോഗ്രാം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ബ്രൂസെല്ല കൺട്രോൾ പ്രോഗ്രാം ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വേരിയസ് കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഒരു കാര്യം, സാനിറ്റേഷൻ ഓഫ് ദ മിൽക്ക് സപ്ലൈ ക്യാൻ ബി സേഫ് ഗാർഡ് ഇൻ 2 ways. എന്തൊക്കെ മക്കളെ, ഒന്നാണ് പ്രൊഡക്ഷൻ ഹാൻഡ്ലിംഗ് ഓഫ് റോ മിൽക്ക് സച്ച് ആസ് മാനർ ദാറ്റ് പ്രിവെന്റ് ദ കണ്ടാമിനേഷൻ ബൈ പാത്തോജനിക് ഓർഗാനിസംസ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണ്, അനിമലിന്റെ ഹെൽത്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻഷുർ ചെയ്യാം അല്ലേ. അതുപോലെ സേഫ് ഗാർഡിംഗ് ദ ഹെൽത്ത് ഓഫ് എംപ്ലോയീസ് ബൈ റെഗുലർ മെഡിക്കൽ എക്സാമിനേഷൻ. എംപ്ലോയീസിന്റെ ഹെൽത്ത് നമുക്ക് എന്ത് ചെയ്യണം, സേഫ് ഗാർഡ് ചെയ്യണം അല്ലേ, പരിരക്ഷിക്കണം. എന്തിനു വേണ്ടിയിട്ടാ, അവന് വേണ്ടിയിട്ടല്ല കേട്ടോ, നമുക്ക് വേണ്ടിയിട്ടാ, പൊതുജനാരോഗ്യത്തിന് വേണ്ടിയിട്ടാ അല്ലേ. എന്താണ്, ഇവൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവൻ കൈ കഴുകുന്നില്ല, അത് ക്ലീൻലിനെസ് ആണ് വരുന്നത്. എന്നാൽ കൂടിയും ഇദ്ദേഹത്തിന് TB ഉണ്ടോ, നല്ല ചുമയൊക്കെ ഉള്ള ഒരാൾ എന്താണ് മിൽക്ക് ഔട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. എന്താണ്, നീ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വാടാന്ന് പറയണം. കാര്യം എന്താ, ഇവൻ ചുമച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവന്റെ ഡ്രോപ്ലെറ്റിലൂടെ ആയിരിക്കും എന്ത് ട്യൂബർക്യുലോസിസ് അല്ലേ നമുക്ക് വരുന്ന സാധ്യതയുള്ളതല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് സേഫ് ഗാർഡിംഗ് ദ ഹെൽത്ത് ഓഫ്
എംപ്ലോയീസ് അല്ലേ, എംപ്ലോയീസിന്റെ ഹെൽത്ത് നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. രണ്ടാമത്തെ പോയിന്റ്, എംപ്ലോയീസിന്റെ ഹെൽത്ത് നമ്മൾ സംരക്ഷിക്കണം. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ദ വാട്ടർ ഫ്രം കണ്ടാമിനേഷൻ ബൈ പാത്തോജനിക് ഓർഗാനിസംസ്. അതായത് നമ്മളിപ്പോൾ വാട്ടർ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവരുന്ന വാട്ടറിന്റെ സപ്ലൈ അതിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം പാത്തോജനിക് ഓർഗാനിസംസ്. അങ്ങനെയാണെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബോത്ത് എങ്ങനെയൊക്കെ, രണ്ട് തരത്തിൽ. ഒന്ന്, ആനിമലിന് കുടിക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് അതിന് പ്രശ്നം ഉണ്ടാകാം. രണ്ട്, എന്താണ്, ക്ലീനിങ് പ്രോസസ്സിൽ. അതായത് നമുക്കിപ്പോൾ മിൽക്കിങ്ങിന് മുന്നേ എന്ത് ചെയ്യും, വാട്ടർ ഉപയോഗിച്ച് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്, ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്യും. ഒക്കെ ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ എന്നാൽ കൂടിയും അതും എന്താണ്, പാത്തോജൻ ഫ്രീ ആയിരിക്കണം. എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന്, അനിമലിന്റെ ഹെൽത്ത് എൻഷോർ ചെയ്യണം. രണ്ടെന്ത്, എംപ്ലോയിയുടെ ഹെൽത്ത് എൻഷോർ ചെയ്യണം. രണ്ടെന്ത്, വാട്ടർ സപ്ലൈ നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം കണ്ടാമിനേഷൻ. അതുപോലെ ഫ്ലൈസ് ആൻഡ് ദെയർ കൺട്രോൾ. അതായത് ഫ്ലൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇഷ്ടം പോലെ ഫ്ലൈസ് ഉണ്ടല്ലേ, ഹൗസ് ഫ്ലൈ ഉണ്ട്, അതുപോലെ സ്റ്റേബിൾ ഫ്ലൈ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ഫ്ലൈസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലൈസ് എല്ലാം എന്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്, മിൽക്കിൽ വന്ന് പറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടാമിനേഷന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത എന്താണ്, പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്. പാസ്ചറൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക് കേട്ടോ. അത് ഫുഡ് സയൻസിലും പഠിക്കാനുണ്ട്, നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. പാസ്ചറൈസേഷൻ മിൽക്ക് സോ ആസ് ടു കിൽ ഓൾ പാത്തോജനിക് ഓർഗാനിസംസ് ആൻഡ് അവോയ്ഡൻസ് ഓഫ് എനി പോസ്റ്റ് പാസ്ചറൈസേഷൻ കണ്ടാമിനേഷൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഇത് ബോട്ടിലിംഗ് ആണ് രണ്ടാമത് ചെയ്യുന്നത് കേട്ടോ, ബോട്ടിലിംഗ് കേട്ടോ. പാസ്ചറൈസേഷൻ കഴിഞ്ഞാൽ അടുത്ത ബോട്ടിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാസ്ചറൈസേഷൻ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യമാണ് പ്രധാനമായിട്ടും. ഈ മിൽക്ക് കുടിക്കുന്നത് മൂലം ഒരു മനുഷ്യന് അസുഖമുണ്ടാക്കാൻ സാധ്യതയുള്ള പാത്തോജൻസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രൈമറി എന്തിന്റെ പാസ്ചറൈസേഷന്റെ ലക്ഷ്യം. ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഇത്. ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കണം കേട്ടോ. അതായത് പാസ്ചറൈസേഷൻ ചെയ്തത് മൂലം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എല്ലാ മൈക്രോ ഓർഗാനിസം നശിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. പ്രധാനമായിട്ട് ലക്ഷ്യം എന്താണ് മിൽക്കിനെ പാത്തോജൻ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു വെച്ചോളൂ, പാസ്ചറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോറുകളെ നശിപ്പിക്കാൻ കഴിയില്ല. ഈ രണ്ട് പോയിന്റ് പാസ്ചറൈസേഷനെ ബന്ധപ്പെട്ട് നമ്മൾ നോക്കി വെച്ചേക്കണം. പലപ്പോഴും പ്രസ്താവന ചോദ്യങ്ങളിലും അസേഷൻ റീസണിങ്ങിലൊക്കെ കണ്ടുവരാവുന്ന ഈ രണ്ട് പോയിന്റ്സ് ആണ് കേട്ടോ പാസ്ചറൈസേഷന്റെ. അപ്പോൾ പാസ്ചറൈസേഷൻ കൃത്യമായിട്ട് ചെയ്തിട്ട് ബോട്ടിലിങ്ങും എയർ ടൈറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം വരുന്നില്ല കേട്ടോ. എന്താണ്, കണ്ടാമിനേഷന്റെ പുറമേ നിന്നുള്ള കണ്ടാമിനേഷന്റെ പ്രശ്നം പിന്നെ വരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സേഫ് ഗാർഡിങ് ദ മിൽക്ക് സപ്ലൈ. ഇവിടെ രണ്ട് പോയിന്റ് പഠിച്ചു, രണ്ട് ടേംസ് പഠിച്ചു. ക്ലീൻലിനെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രീഡം ഫ്രം എക്സ്ട്രേനിയസ് മാറ്റർ ആണ് ക്ലീൻലിനെസ്. സേഫ് എന്ന് പറഞ്ഞ ടൈം എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന മിൽക്കിൽ എന്താണ്, നമുക്ക് അസുഖം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പാത്തോജൻ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മിൽക്ക് എന്താണ്, അത് സേഫ് ആണെന്നുള്ള അർത്ഥം അല്ലേ. അതുപോലെ ഫോർ ഹ്യൂമൻ കോൺസെപ്ഷൻ നമുക്ക് മിൽക്ക് എങ്ങനെയായിരിക്കണം മക്കളെ, ക്ലീനും ആയിരിക്കണം, സേഫും ആയിരിക്കണം. പിന്നെ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒന്ന് നമുക്ക് പ്രൊഡക്ഷൻ കൃത്യമായിട്ട് ചെയ്യാം, അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ പാസ്ചറൈസേഷൻ കൃത്യമായിട്ട് ചെയ്യാം. പ്രൊഡക്ഷൻ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, അനിമലിന്റെ ഹെൽത്ത് എൻഷോർ ചെയ്യണം. രണ്ട് എന്താണ്, എംപ്ലോയിയുടെ ഹെൽത്ത് എൻഷോർ ചെയ്യണം. അതുപോലെ എന്താണ്, വാട്ടർ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ സോഴ്സ് എന്താണ്, കണ്ടാമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഫ്ലൈസിനെയും മറ്റ് വെക്ടേഴ്സിനെയും നമ്മൾ കൺട്രോൾ ചെയ്യണം അല്ലേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോൺടാക്ട്സിനെ കുറിച്ച് ഒരു ഓവർവ്യൂ തരികയാണ്. ഇത് തന്നെ നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ആയി വരുന്നുണ്ട്, എന്നാലും ഒന്നുകൂടെ നോക്കാം. എന്താണ് ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷന്റെ മറ്റൊരു ടേം ആണ് കേട്ടോ. എന്താണ് ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ. ഈ വാക്ക് വെച്ച് ക്വസ്റ്റ്യൻ വന്നാൽ മറന്നുപോകല്ലേ, മാറിപ്പോകരുതേ. ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷന്റെ മറ്റൊരു ടേം ആണ്. ഓക്കെ, ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ ഡിനോട്ട്സ് ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് വിത്ത് മിനിമം എമൗണ്ട് ഓഫ് ബാക്ടീരിയ ആൻഡ് കീപ്പിംഗ് ഇറ്റ് സേഫ് കണ്ടീഷൻസ് ടിൽ ദ മിൽക്ക് ഈസ് പ്രോസസ്ഡ്. ഇത്രയേ ഉള്ളൂ. ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക വിത്ത് മിനിമം എമൗണ്ട് ഓഫ് ബാക്ടീരിയ എന്തായാലും ഉണ്ടാവും, മിനിമം ആക്കി വെച്ചേക്കുക അല്ലേ. അതുപോലെ അത് എന്ത് വരെ, നമ്മുടെ പ്രോസസ്സിങ് വരെ അതിനെ സേഫ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയുള്ള പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക, ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എന്താ, പ്രോപ്പർ ഹൈജീനിക് മെഷേഴ്സ് ആൻഡ് സ്റ്റോറേജ് ഷുഡ് ബി ഫോളോഡ് ഇൻ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, കൃത്യമായിട്ടുള്ള സ്റ്റോറേജ് കണ്ടീഷൻസും അതുപോലെ പ്രോപ്പർ ഹൈജീനിക് മെഷേഴ്സും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മിനിമം എമൗണ്ട് ഓഫ് ബാക്ടീരിയ അല്ലേ. നമ്മുടെ മിൽക്കിൽ ബാക്ടീരിയ ഏറ്റവും കുറച്ച് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ബാക്ടീരിയ എവിടെ നിന്നൊക്കെ വരുന്നു മനസ്സിലാക്കണം. ബാക്ടീരിയ എൻ്റർ ഇൻ ടു മിൽക്ക് ത്രൂ വേരിയസ് സോഴ്സസ് ലൈക്ക് അടർന്നുണ്ടാകാം, മിൽക്കർ എന്നുണ്ടാകാം അല്ലേ, എൻവിയോൺമെന്റ് എന്നുണ്ടാകാം, യൂട്ടൻസിൽസ് എന്നുണ്ടാകാം, ഇംപ്രോപ്പർ സ്റ്റോറേജ് എന്നുണ്ടാകാം അല്ലേ. ഇത്രയും ഭാഗങ്ങൾ അതെ അടർന്നു വരാം,
അഡർ എന്ന് പറയുമ്പോൾ എന്താണ്, അകിടിനെ നമ്മൾ അഡർ എന്ന് വിളിക്കുക അല്ലേ. മിൽക്കർ എന്ന് പറയുമ്പോൾ മിൽക്ക് ചെയ്യാൻ വരുന്ന ആളാണ്, അയാളുടെ കുഴപ്പങ്ങളുണ്ടാവാം. എൻവയോൺമെന്റിൽ നിന്ന് എന്ത് ബാക്ടീരിയയിലോട് വരാൻ സാധ്യതയുണ്ട്. യൂട്ടൻസിൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ് കൃത്യമായി വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ബാക്ടീരിയയിലോട് വരാം. അതുപോലെ ഇംപ്രോപ്പർ സ്റ്റോറേജ് കണ്ടീഷൻസ് കൃത്യമല്ലെങ്കിലും ബാക്ടീരിയൽ ലോഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അഡർ നോക്കാം. അഡർ, വാഷ് ആൻഡ് വൈപ്പ് ദ അഡർ പ്രോപ്പർലി ബിഫോർ മിൽക്കിംഗ്. അപ്പോൾ എക്സ്റ്റീരിയർ ഓഫ് ദി അഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഇത് വരുന്നത് അല്ലേ. എക്സ്റ്റീരിയർ ഓഫ് ദി അഡറിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ ഈ ബാക്ടീരിയൽ ലോഡിനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ആദ്യം ഒറ്റ കാര്യമുള്ളൂ, വാഷ് ആൻഡ് വൈപ്പ് ദ അഡർ പ്രോപ്പർലി ബിഫോർ മിൽക്കിംഗ്. മിൽക്കിങ്ങിന് മുന്നേ എന്ത് ചെയ്യണം? അഡർ കൃത്യമായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യണം, വൈപ്പ് ഔട്ട് ചെയ്യണം. അതിനകത്ത് പിന്നെ ജലാംശം ഉണ്ടാകാതെ വൈപ്പ് ചെയ്യണം. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്താണ്? ക്ലിപ്പ് ദ ഹെയർസ് എവിടെ? എറൗണ്ട് ദ അഡർ ആൻഡ് ഫ്ലാങ്ക് റീജിയൻ. ഫ്ലാങ്ക് റീജിയനിലും അതേപോലെ എന്താണ് നമ്മുടെ അഡറിൻ്റെയൊക്കെ ചുറ്റാകെയുള്ള അതിൻ്റെ ചുറ്റിനുള്ള ഹെയർ എന്ത് ചെയ്യണം? നമ്മൾ ക്ലിപ്പ് ചെയ്ത് കളയണം. കാരണം എന്താ? ആ ഹെയറിലെല്ലാം പൊടിപടലങ്ങൾ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയാണ്. അപ്പോൾ എക്സ്റ്റീരിയറിൽ നിന്നുള്ള ബാക്ടീരിയൽ ലോഡിനെ കുറയ്ക്കാൻ വേണ്ടി ഈ രണ്ട് പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. ഒന്നെന്താണ്, മിൽക്കിങ്ങിന് മുന്നേ എന്ത് ചെയ്യണം? അഡറിനെ കൃത്യമായിട്ട് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് ഉണക്കിയെടുക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ക്ലിപ്പ് ദ ഹെയർസ് എറൗണ്ട് ദ അഡർ ആൻഡ് ഫ്ലാങ്ക് റീജിയൻ. ഹെയറിനെ ക്ലിപ്പ് ചെയ്ത് നിർത്തുക. ഇനി അത് എക്സ്റ്റീരിയർ ഓഫ് ദ അഡർ. ഇനി ഇന്റീരിയറിൽ നിന്ന് വരാൻ സാധ്യതയില്ലടാ. ഇന്റീരിയറിൽ നിന്ന് വരാം അല്ലേ? അഡറിന്റെ ഉള്ളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നെന്താണ് നിങ്ങളുടെ പലപ്പോഴും ഞാൻ ഫോർ മിൽക്കിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ. ഫോർ മിൽക്കും അതേപോലെ ലാസ്റ്റ് സ്ട്രിപ്പിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സ്ട്രിപ്പിങ്ങിന് പ്രത്യേകം എന്താണ്? അവസാനത്തെ സ്ട്രിപ്സ് എന്തായിരിക്കും? അതിൻ്റെ ഫാറ്റ് കണ്ടന്റ് വളരെ വളരെ കൂടുതലായിരിക്കും അല്ലേ. അതേസമയം ഫോർ മിൽക്ക് ആദ്യത്തെ 2-3 സ്ട്രിപ്സ് നമ്മൾ എന്താണ് പാല് മിൽക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 2-3 സ്ട്രിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എന്തായിരിക്കും? ബാക്ടീരിയൽ ലോഡ് വളരെ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്? അതുകൊണ്ട് അതെന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യണം. ആദ്യത്തെ 2-3 സ്ട്രിപ്പ് നമ്മൾ വലിച്ച് കളയണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോക്കാം. ഇൻസൈഡ് ദാറ്റ് there is always some number of bacteria, so discard first few strips of milk to reduce the bacterial level in milk. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അഡറിൻ്റെ ഉള്ളിൽ ബാക്ടീരിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്, ഉണ്ട് എന്ന് തന്നെ കരുതാം. അപ്പോൾ അതായത് ടീറ്റ് സിസ്റ്റേണിൽ നിൽക്കുന്ന മിൽക്ക്, ടീറ്റ് സിസ്റ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ടീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതാണ് കാമ്പെന്ന് പറയുമ്പോൾ മലയാളത്തിൽ ടീറ്റ് ഇത് എങ്ങനെയായിരിക്കും? ഈ ടീറ്റ് സിസ്റ്റേണിൽ നിൽക്കുന്ന മിൽക്കിൽ പലപ്പോഴും എന്താണ് ബാക്ടീരിയ കണ്ടന്റ് കൂടുതലാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട് അതിനകത്ത്. എന്തായാലും ഒത്തിരി കാരണങ്ങളുണ്ടാ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കാരണങ്ങളിൽ പോകണ്ട, നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആവും. എന്തായാലും ടീറ്റ് സിസ്റ്റേണിൽ നിൽക്കുന്ന പാലിൽ ബാക്ടീരിയൽ ലോഡ് ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് വേണ്ട നമുക്ക്. അപ്പോൾ ഡിസ്കാർഡ് ഫസ്റ്റ് ഫ്യൂ സ്ട്രിപ്സ്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിന്? ഇൻസൈഡ് ദ അഡറിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള ബാക്ടീരിയൽ ലോഡിനെ കുറയ്ക്കുന്നതിൽ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണത്. ഓക്കെ. അപ്പോൾ അടുത്തത് എന്താണ്? സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അപ്പോൾ എന്താണ് മാസ്റ്റൈറ്റിസ്? നമ്മൾ അറിയണം. മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിട് വീക്കം എന്ന് മലയാളത്തിൽ പറയാൻ പറ്റും. എന്താണ് അകിട് വീക്കം? അപ്പോൾ അകിട് വീക്കത്തിന് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ടീരിയ കാരണമാകാം, ഫംഗൈ കാരണമാകാം, പല മൈക്രോ ഓർഗാനിസം കാരണമാകാം. മോസ്റ്റ് കോമൺലി ബാക്ടീരിയ ആണ് കാരണമാകുന്നത്. ഇത്രയേ ഉള്ളൂ. എന്താണ്? നമ്മുടെ അകിടിൻ്റെ ടിഷ്യൂസിൻ്റെ ആൽവിയോളൈസിൻ്റെ അതിൻ്റെ ഇൻഫ്ലമേഷൻ, ആ ഇൻഫ്ലമേഷന് കാരണമാകുന്ന ആരാണ്? ബാക്ടീരിയ കയറുമ്പോഴത്തേക്കാണ്. ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. അകിട് ഇങ്ങനെ വീങ്ങി നിൽക്കും, നല്ല ചൂടുണ്ടാകും, ചിലപ്പോൾ അനിമലിന് പനി ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ മിൽക്ക് ഔട്ട് ചെയ്യുന്ന മിൽക്കിന് കൺസിസ്റ്റൻസി വ്യത്യാസം ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ്. അകിട് വീക്കം വന്നാൽ, മാസ്റ്റൈറ്റിസ് വന്നാൽ മിൽക്കിൻ്റെ pH വർദ്ധിക്കും കേട്ടോ. ശ്രദ്ധിക്കുക. നമ്മൾ മുമ്പത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മിൽക്കിൻ്റെ pH വർദ്ധിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്താണ്? pH കൂടിയിട്ടുള്ള മിൽക്ക് ബ്ലഡ് സീറം അടങ്ങുന്ന ഭാഗങ്ങളെല്ലാം ഈ മിൽക്കിലേക്ക് യൂസ് ഔട്ട് ചെയ്യാൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മിൽക്കിൻ്റെ pH വർദ്ധിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് അകിട് വീക്കം എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് കണ്ണാൽ കാണാൻ പറ്റുന്ന അകിട് വീക്കം. കണ്ണാൽ കാണാൻ പറ്റാത്ത അകിട് വീക്കം ഉണ്ട്. അതിന് നമ്മൾ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അനിമലിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പാലിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, നീരുണ്ടാകത്തില്ല, പനി ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. ആകെ നമുക്ക് കിട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പാല് കൊണ്ടുപോയിട്ട് അതിൻ്റെ റീഡിങ് നോക്കുമ്പോൾ അതിൽ SNF വളരെ കുറവായിരിക്കും. SNF കുറവായിരിക്കും, റീഡിങ്ങും കുറവ്. പശു പാല് തരുന്നുണ്ട്, പാലും പതുക്കെ കുറഞ്ഞു വരും. ഇതാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മാസ്റ്റൈറ്റിസ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള മാസ്റ്റൈറ്റിസിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പരിപാടി നടക്കത്തുള്ളൂ. എന്താണ്? CMT നമ്മൾ എംപ്ലോയ് ചെയ്യണം കേട്ടോ. കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് നമ്മൾ എംപ്ലോയ് ചെയ്യണം. കാലിഫോർണിയ, ഇത് ഞാൻ കുറച്ച് വിശദമായിട്ട് ചിത്രങ്ങളൊക്കെ അടുത്ത സ്ലൈഡ് വരുന്നുണ്ട്, എന്നാലും ഇവിടെ പറഞ്ഞു പോകാം. കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്ട്രിപ്പ് കപ്പ് ഉണ്ടായിരിക്കും അതിനകത്ത്.
അതായത് നമുക്ക് മൊത്തം 4 ആർഡർ 4 ഇതാണല്ലോ ഉള്ളത്, 4 ക്വാർട്ടറാണല്ലോ ഒരു ആർഡറിൽ അല്ലേ, 4 ക്വാർട്ടറാണ് ഒരു ആർഡറിലുള്ളത്, 4 T2 ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് കപ്പ് ഉണ്ടായിരിക്കും. ഈ ഓരോ സ്ട്രിപ്പ് കപ്പിലും നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ 4 മിൽക്ക് എടുക്കത്തില്ല കേട്ടോ, 4 മിൽക്ക് ഔട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ 2 സ്ട്രിപ്പ് വീതം എന്ത് ചെയ്യും, ഓരോ സ്ട്രിപ്പ് കപ്പിൽ ഒഴിച്ചതിന് ശേഷം CMT കാലിഫോർണിയ മാസ്റ്റേഴ്സ് ടെസ്റ്റ് റിയേജൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, CMT റിയേജൻറ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ അതിൽ റോപ്പിനെസും കടലിങ്ങും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മിൽക്ക് പ്രശ്നമുള്ള മിൽക്കാണ് കേട്ടോ. അല്ലെങ്കിൽ അതിന് എന്തുണ്ട്, സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പം എന്താണ്, സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് ഉള്ള മിൽക്കിൽ ബാക്കിയുള്ള മിൽക്കിൽ പൂൾ ചെയ്തുള്ള കുഴപ്പം എന്താ, അതിനകത്ത് ബാക്ടീരിയ ലോഡ് ഉണ്ടാകും അല്ലേ. ദാറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ബാക്ടീരിയ. നോക്കടാ, എന്താണ് ഇന്റേണൽ, അതായത് നമ്മുടെ അഡറിന്റെ ഉള്ളിൽ നിന്നുള്ള രണ്ടാമത്തെ സോഴ്സ് ആണ്. ഒന്നെന്ന് പറയും 4 മിൽക്ക്, രണ്ടാമത്തെ സോഴ്സ് എന്താണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് ഉള്ള ആനിമൽ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മിൽക്കിന്റെ ബാക്ടീരിയ ലോഡ് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മക്കളെ, CMT വഴി, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പഠിച്ചു, നമുക്ക് ആദ്യം എക്സ്റ്റീരിയർ ഓഫ് ദ അഡർ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് മൊത്തം അഡർ ആണ് കേട്ടോ അല്ലേ, അഡർ ആണ്, അതിനകത്ത് 2 പോയിന്റ് എക്സ്റ്റീരിയർ, 2 പോയിന്റ് ഇന്റീരിയർ ഓഫ് ദ അഡർ അല്ലേ. ഓക്കെ, ഇനി നോക്കാം. ഇനി വരുന്നത് നമ്മുടെ മിൽക്കറാണ്. മിൽക്കർ വെടിപ്പല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, മിൽക്ക് കൊളാവാൻ സാധ്യതയുണ്ട് അല്ലേ. ദ ഹാൻഡ്സ് ഓഫ് ദ മിൽക്കർ ഷുഡ് ബി ക്ലീൻഡ്, വൃത്തിയായിട്ട് കഴുകണം. അതുപോലെ നഖമൊക്കെ അയാൾ കൃത്യമായിട്ട് വെട്ടിയെന്ന് ഉറപ്പാക്കണം. അതേപോലെ അദ്ദേഹത്തിന് ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് എന്താണ്, കൃത്യമായിട്ട് നഖം വെട്ടുക, കൈ കഴുകുക അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ നമ്മൾ തുമ്മുമ്പോൾ തൂവാല കൊണ്ട് പൊത്തുക. എന്തായാലും 2 കൈ കൊണ്ട് ഇത് മിൽക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തുമ്മിയാൽ ചിലപ്പോൾ പൊത്താനുള്ള സമയം കിട്ടണം നിർബന്ധമില്ല. എന്തായാലും അത്തരത്തിലുള്ള ഹെൽത്തി ഹാബിറ്റ് അദ്ദേഹത്തിനുണ്ടെന്ന് ഉറപ്പാക്കണം. ഇത് ഉറപ്പല്ല എന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ് ഒരു ചാൻസ് ഉണ്ട്, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ നടക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. അതുപോലെ എന്താണ് വരുന്നത്, അവോയ്ഡ് ഡസ്റ്റി എൻവയോൺമെന്റ് അറ്റ് മിൽക്കിംഗ് ടൈം ആൻഡ് ഫോളിംഗ് ഓഫ് ഡങ് യൂറിൻ ഇൻ ടു ദ മിൽക്ക് പെയിൽ അല്ലേ. മിൽക്കിലേക്ക് എന്താണ് ഡസ്റ്റ്, പൊടി വീഴാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഡസ്റ്റി എൻവയോൺമെന്റിനെ ഒഴിവാക്കണം. അതുപോലെ മറ്റുള്ള സാധനങ്ങൾ ഒക്കെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡങ്ങോ യൂറിനോ ഒക്കെ വീഴാനുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കണം. അതിനുവേണ്ടി നമുക്ക് ചെറിയ വാവട്ടമുള്ള പാത്രം വെച്ച് മിൽക്ക് ഔട്ട് ചെയ്താൽ മതിയാകും. ചെറിയ വാവട്ടമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഇത് വീഴാനുള്ള സാധ്യത വളരെ വളരെ കുറഞ്ഞിരിക്കും കേട്ടോ. അതുപോലെ മിൽക്ക് പെയിൽസ് വിത്ത് സ്മാൾ ടോപ്പ്, അതാ പറഞ്ഞത് എന്താണ്, മിൽക്ക് പെയിൽസ് വിത്ത് സ്മാൾ ടോപ്പ് ആൻഡ് ഹുഡ്സ് ക്യാൻ ബി യൂസ് ടു റെഡ്യൂസ് ദീസ് പ്രോബ്ലംസ് അല്ലേ. എന്താണ്, ചെറിയ ടോപ്പും അതേപോലെ എന്താണ് ഹുഡ്, അടപ്പും കൂടെ ഉള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ കൺട്രോൾ ഫ്ലൈസ് ആൻഡ് അതർ ഇൻസെക്ട്സ് ടു അവോയ്ഡ് കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈസിനെയും വെക്ടേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നിയന്ത്രിക്കണം അല്ലെ. അതിനുവേണ്ടി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഫ്ലൈസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് എന്താണ് ഈ ടേപ്പുകളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് പശ പോലെയുള്ള സാധനം ഫ്ലൈസിനെ ആകർഷിക്കാനുള്ള സ്മെല്ല് അതിനകത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫിറമോൺസ് ഉണ്ടായിരിക്കും. അതൊന്ന് പറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, അത് ഫ്ലൈ ക്യാച്ചർ ആയിട്ടുള്ള ലൈറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഫ്ലൈ കൺട്രോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. എന്തിനു വേണ്ടിയിട്ട്, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷനെ കുറിച്ച് ഇനി പഠിക്കുമ്പോൾ നമ്മൾ പ്ലേറ്റ് കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കി പോകണം. കാരണം നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പ്ലേറ്റ് കൗണ്ട് IS 1479 അല്ലേ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള നമ്മുടെ റോ മിൽക്കിൻ്റെ പ്ലേറ്റ് കൗണ്ട് എത്രയായിരിക്കണം, അതായത് അതിൻ്റെ ഗ്രേഡ്, വെരി ഗുഡ് ഗ്രേഡ്, അതുപോലെ ഗുഡ് ഗ്രേഡ്, ഫെയർ ഗ്രേഡ്, പുവർ ഗ്രേഡ്, ഇങ്ങനെ തിരിക്കുന്നതിന് വേണ്ടി റോ മിൽക്കിൻ്റെ പ്ലേറ്റ് കൗണ്ട് എത്രയായിരിക്കണം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാസ്ചറൈസ്ഡ് മിൽക്കിൻ്റെ പ്ലേറ്റ് കൗണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്ലേറ്റ് കൗണ്ട് എന്ന് നോക്കണം. സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് നമ്മളിന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്, സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് എന്ന് പറയും. പ്ലേറ്റ് കൗണ്ട് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് വയബിൾ ബാക്ടീരിയ ഇൻ മിൽക്ക്. എന്താ മക്കളെ നോക്കും, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വയബിൾ ബാക്ടീരിയ ഇൻ മിൽക്ക്, ജീവനുള്ള ബാക്ടീരിയ എത്ര എണ്ണം മിൽക്കിലുണ്ടെന്ന് അസസ് ചെയ്യുന്നൊരു മെത്തേഡാണ് എന്താ പ്ലേറ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നോക്കാം. അതുപോലെ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്, മിക്സിംഗ് അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് വിത്ത് സ്യൂട്ടബിൾ ന്യൂട്രിയന്റ് അഗാർ മീഡിയം ഇൻ എ പെട്രി ഡിഷ് ആൻഡ് കൗണ്ടിംഗ് ദ ബാക്ടീരിയൽ കോളനീസ് ഡെവലപ്ഡ് ആഫ്റ്റർ ഇൻക്യുബേഷൻ അറ്റ് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അതിന്റെ പ്രൊസീജിയർ ജസ്റ്റ് അത് ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കൊരു പെട്രി ഡിഷാണ്, ഇതൊരു പെട്രി ഡിഷാണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. പെട്രി ഡിഷിൽ ഒരു സ്യൂട്ടബിൾ അഗാർ മീഡിയം വെച്ചേക്കും, ഒരു ന്യൂട്രിയന്റ് അഗാർ മീഡിയം ഉണ്ടാവും. ഈ അഗാർ മീഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്യും, മിൽക്കിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്യുബേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കുക, അതിനകത്ത് ഓരോ മീഡിയത്തിലും നമുക്ക് കോളനീസ് വളർന്ന കണ്ടോ, ബാക്ടീരിയ കോളനീസ് വളർന്ന കണ്ടോ, കണ്ടില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്താ ബാക്ടീരിയൽ കൗണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് വയബിൾ ബാക്ടീരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള മെത്തേഡാണ് എന്താ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്, അല്ലെങ്കിൽ SPC എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഓരോ മിൽക്കിന്റെയും ഇത് മനസ്സിലാക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഇത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാൻ അല്ല, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് അല്ലെങ്കിൽ പ്ലേറ്റ് കൗണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. പ്ലേറ്റ് കൗണ്ട് എന്താണ്, എന്തിനു വേണ്ടിയിട്ട്, ഫോർ ഡിറ്റർമൈനിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് വയബിൾ ബാക്ടീരിയ. പ്ലേറ്റ് കൗണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതാണ് ചോദിക്കുക. എന്താണ്, ദാറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ ടോട്ടൽ
നമ്പർ ഓഫ് വയബിൾ ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ, അത് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്ന ചിത്രമേ ഉള്ളൂ. നമ്മളെന്തൊരു പെറ്റ് ഡിഷിൽ നമ്മളതിൻ്റെ മിൽക്കിൻ്റെ സാമ്പിൾ എടുക്കും, അതിനകത്ത് എന്താണ് ന്യൂട്രിയൻ്റ് അകാറുണ്ടായിരിക്കും, അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ ഇൻക്യുബേറ്റ് ചെയ്യും അല്ലേ. ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതിനകത്ത് ബാക്ടീരിയ വളരും, കോളനീസ് ആയിട്ട് ബാക്ടീരിയ വളരും. അപ്പോൾ അത് എണ്ണീറ്റാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഈ ടോട്ടൽ നമ്പർ ഓഫ് വയബിൾ ബാക്ടീരിയ കണ്ടുപിടിക്കുക. താങ്ക് യു ആൾ.